കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചന്ദ്രനെതിരായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ വെച്ച് ചെയ്തല്ലടാ എല്ലാരും കൂടി. നീ വാസുവിനെ വിളിച്ചിട്ട് നീ പറയണം കൊഞ്ചമായി നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ബാബുവാ ചന്ദ്രു ബാബു സേട്ടും കൂടി ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കേണ്ട ഒരെണ്ണം കൂടും. ചന്ദ്രു ആ? ചന്ദ്രു ഏ? ഈ ഇവനിപ്പോ എല്ലാം പറഞ്ഞു. ആ. എന്തായാലും ഇവൻ പറഞ്ഞത് വെച്ച് വാസുണ്ണ വിശ്വസിച്ചേക്കുന്നത് ചന്ദ്രു ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ്. ആ. അപ്പം ഇതിപ്പോ ഇനി ചന്ദ്രു എന്ത് പറഞ്ഞാലും വിശ്വസിക്കുമെന്ന് വാസുണ്ണൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ? പിന്നെ ഞാൻ പറഞ്ഞ ഇല്ല വിശ്വസിക്കാണ്ട്. ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല ചന്ദ്രു ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചന്ദ്രനെതിരായിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രു എനിക്ക് എനിക്ക് തോന്നുന്നത് എങ്ങനെയാ എതിരാവണേ? യവൻ ചാടി. യവനെ വെച്ച് ഇനി അവർക്ക് വേറെ പ്രൂഫ് എടുക്കാൻ പറ്റൂല. പിന്നെ കോച്ചിന്റെ എന്ത് പ്രൂഫൊക്കെയാ വേറെ ഉള്ളത്? കോച്ചിന്റെ യവൻ പറഞ്ഞ പ്രൂഫേ ഉള്ളൂ. ഒസാമേനെ ഞാൻ എടുത്ത് ഒസാമേന്റെ അടുത്ത് കാര്യം പറഞ്ഞ് മുത്തുവിനെ പൂത്തി. ഇവനെ കൊണ്ട് ആരെങ്കിലും ചന്ദ്രുവിന്റെ ചേർക്കേ എനിക്ക് നീയേ ഉള്ളൂടാ. അതത്രേ ഉള്ളു ചന്ദ്രു. പക്ഷെ ചന്ദ്രു ഞാൻ ഒരു കാര്യം എന്നെ ഊമ്പിച്ച ചന്ദ്രു ഇല്ല ചന്ദ്രു, നമ്മള് കൂടെ ഇരിക്കുന്നവരെ ചതിക്കത്തില്ല ചന്ദ്രു. വാക്ക് കൊടുത്ത പറ്റുന്ന വാക്കുകൾ മാത്രമേ. അമ്മാമേലെ സത്യം പറഞ്ഞ അമ്മാമേലെ ചന്ദ്രു ഞാനേ അങ്ങനെ ആർക്കും അങ്ങനെ അമ്മാമേലെ സത്യം പണ്ടാ. അമ്മയാണ് സത്യം. കൈത്തൊട്ട് സത്യം ചെയ്. തൊട്ട് ചന്ദ്രു ചതിക്കല്ലേ ഒരിക്കലും ചതിക്കത്തില്ല ചന്ദ്രു. വാക്ക് പറഞ്ഞ വാക്കാ. എടാ മറ്റവന് ഓർമ്മ ഒന്നും തോന്നണം. ഇനി ഞാൻ ഇത് ആക്കണ നല്ലതല്ല. ഇതിപ്പം അല്ല ചന്ദ്രു, ഈ ഇവനെ കൊണ്ട് ആരെങ്കിലും പറയിച്ച ആണെന്ന് വാസുകൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്താലോ? ഇവനെ കൊണ്ട് ചന്ദ്രനോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ഇവനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചതാണ്, ചന്ദ്രു ആണ് ഇതെല്ലാം ചെയ്തത്, ഇതിന്റെ പിന്നിൽ ചന്ദ്രു ആണെന്ന്. ഒരു വഴിയുണ്ട്. ഇങ്ങൊന്നൊരു കാര്യം പറഞ്ഞു. ഹലോ, പറയട്ടുമാ? കത്തിയിട്. ஃபர்ஸ்ட் அந்த முடி முடி வந்து லைட்டா ப்ளூ பப்ளுக்குலாம் ப்ளூன்னு சொல்லுவாங்க. மோபி ஜுப்ரு ஜூடு அதுக்கப்புறம் LS2 அதுக்கப்புறம் கிரேப் முடி ഗ്രേപ്പ് ഹെയർ. സ്റ്റീവ് അല്ലേ അത്? സ്റ്റീവ് മറ്റേ ഇതല്ലേ വില്ലുവാ? പേര് വിളിച്ചിട്ട് ഓർമ്മയുണ്ടാ? അവര് അവങ്ങക്കുള്ള പേര് വിളിക്കவே இல்ல. ചൂട്. ஆனா உங்க லீடர் மட்டும் நல்லா இருந்தாரு எனக்கு தெரிஞ்சாரு. அவர் நல்லா ക്ലീനാ ஒரு മാസ്ക് போடல, எதுவுமே போடல. ആമാ പോടല്ല. പിന്നെ ബാക്കിയുള്ള രണ്ട് മൈത്തിക്കാണ് ഇതെല്ലാം പോട്ടിട്ട് പറഞ്ഞ നിന്റെ അടുത്ത്. നിന്നെ അറിയാമെങ്കി എന്നെ വെച്ച് ചെയ്തല്ലടാ എല്ലാരും കൂടി. பிளாக் ஹுட்டி, அப்புறம் ஒருத்தர் பிளாக் ஹுட்டி போட்டிருந்தாரு. அதுக்கப்புறம் அதே போல மாஸ்க். ഞാൻ നിന്നെ രക്ഷപ്പെടുത്ത എത്ര പ്രാവശ്യം എന്റെ ജീവൻ പണയം വെച്ചെന്ന് നിനക്കറിയോ? നീ ഫസ്റ്റ് കോളില് என்ன தெரியுமா சொன்னாங்க? சந்திரவன் எப்படியும் சாவடிச்சிருவான், நீ தான் தெரிஞ்சிச்சு அப்படின்னு. SRK ചോദിച്ചു നോക്ക്. നമ്മള് ജീവൻ പണയം വെച്ച് 2 തവണ നമ്മളവിടെ വന്നേതാ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട്. എനിക്കങ്ങനെ കൂടെ നിൽക്കുന്നവരങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ സ്വന്തമായിട്ട് രക്ഷപ്പെടുന്ന സ്വഭാവം എനിക്കില്ലടാ എന്തായാലും. അതുകൊണ്ടാണ് നിന്നെ രക്ഷപ്പെടുത്താൻ ഞാൻ ഞാൻ എല്ലാം ട്രൈ ചെയ്തേ. അന്ന് ലാസ്റ്റ് ദിവസം ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്താണ് വാസവൻ അങ്ങോട്ട് വന്നത്. അതായത് നിന്നെ രക്ഷയോട് പുറത്തിറങ്ങുമ്പോഴത്തേക്കാണ് വാസവൻ അവിടെ വന്നത്. മനസ്സിലായ? പിന്നെ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഫുൾ കണക്ഷൻസ് ഓഫ്, ഒന്നുമില്ല, നോ ഇൻഫോ. அது என்ன செய்வாங்கன்னா என்கிட்ட ஃபோன் வாங்கிடுவாங்க. நான் வந்து மொத்தம் என்கிட்ட 4 ஃபோன் வச்சுக்கிட்டு இருந்தேன்.
எப்பயுமே நான் நிறைய மல்டிபிள் ஃபோன் என் கையில வச்சுட்டே சுத்துவேன். ஆ. அப்புறம் இவன் என்ன பண்ணான்னா, என் கூட வந்தவன் வந்து கன் எடுத்துட்டு வந்துட்டான் உள்ள. வரும்போது இவன கிட்னாப் பண்ணிட்டு வரும்போது. ஆ. அவன் என்ன செய்தான்னா, கன்னு லாக்க வந்து ஷூட் பண்ணி இறங்குனான். நான் அப்படியே ஜம்ப் ஆக்கி அவட இறங்கி வந்தேன். ஆ. அவன் என்ன சொன்னான்னா, அவங்க வரும்போது அவங்கள வெடி வச்சிடலான்னு பறஞ்சான். நான் பறஞ்சேன், அது போல செய்ய வேண்டாம். என்னதான் இருந்தாலும் சந்திரனோட ஃப்ரெண்ட்ஸு ஆ! இல்ல, 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 இல்ல. பரவால்ல. சந்திரனோட ஃப்ரெண்ட்ஸு. ஓகே. அதனால எதுவும் செய்ய வேண்டான்னு சொல்லிட்டு, ആ. இந்த பிரச்சனைய சால்வ் ஆக்க நான் അവിടുന്ന് എസ്കേപ്പ് ആകണം. ഏയ് ഞാനൊരു കാര്യം ചോദിക്കട്ടെടാ അതിൻ്റെ അടുത്ത്. ആ. നീ ശരിക്കും രക്ഷപ്പെട്ട ഒന്ന് തന്നെയാണോ? ஏதாவது ப்ராமிஸ் பண்ணணுமா? இது மேல? ഇതിൽ കൂടുതൽ എന്ത് പ്രോമിസ് കൊടുക്കുക? എല്ലാം പറഞ്ഞു കൊടുത്തു. വേണ്ട, എന്നാലും ഞാൻ ചോദിച്ചേ. എനിക്ക് ആ വാക്ക് മതി. ஓகே. இல்ல. நான் அப்பவே உன்னை விളിக்கும்போது அவங்க எதிர்ல സംസാരിച്ചവൻ கூட. ഡേയ്, സത്യം നിനക്ക് ഞാൻ 2 പറഞ്ഞാ ഓപ്ഷൻ തരാം. ആ. 3 ഓപ്ഷൻ തരാം. ഒന്നല്ലെങ്കിൽ നീ இந்த സിറ്റിയെ വിട്ടേ നീ പോണം. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ നീ ഒസാമയുടെ കൂടെ മുത്തുവിനെ ഒസാമയുടെ കയ്യില കൊടുത്തേക്കണേ. ശരി. ആ ഒസാമ മുത്തുവിന്റെ കൂടെ പോയി നിക്കണം. ഓക്കെ. തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വാസുവിനെ വിളിച്ചിട്ട് നീ പറയണം കോച്ച് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്. உனக்கு அந்த 3த்துல உனக்கு எது நல்லா இருக்கும்? அதுல எனக்கு என்ன பலனு? அந்த மூணாவது ஆப்ஷன் கொஞ்சம் பெட்டர் ஆயிட்டு இருக்கு இல்லடா சார்? ஆமா, அதுதான் பெட்டர். இல்ல, இதனால உனக்கு ஏதாவது பேட் வேர்ட் வந்ததா? உன்னை என்ன சொல்றாங்க இப்ப எல்லாம் என்ன ഡേയ്, സംസാരിக்கிறாங்க? എന്നെ നല്ല രീതിയിൽ എല്ലാരും കൂടിയിട്ട് ഗ്യാങ് ഹൗസിൽ നല്ല സംസാരമായി ഇതിനെപ്പറ്റി. ഞാൻ ഗണ്ണ് വെച്ചിട്ടുണ്ട്, ഗണ്ണ് ചന്ദ്രനെ പിടിക്കും, പ്രൂഫ്. ஓ, சுவிட்ச் போட்டீங்களோ? ஆமா. ம். ആ ബൾബ് മാറ്റില്ല, എന്തൊരു ചുമലയായിരുന്നു, ഞാൻ മാറ്റി വൈറ്റ് ആക്കിയതാ. അതന്നെ പറയാൻ വന്ന രാത്രി ആകുമ്പോഴത്തേക്ക് കോട്ടയത്ത് ഓണാവും. പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ പ്രൂഫൊക്കെ എല്ലാം സെറ്റാണ്, ചന്ദൻ എടുത്ത കാര്യം ഞങ്ങൾ അറിഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് അവർ ഇതായി. അത് എനിക്ക് അത്ര അവരുടെ സൈഡിൽ നിന്ന് തന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി, മനസ്സിലായില്ലേ? വാട്ടെവർ, ഞാൻ കണ്ണെടുത്ത് എന്തിനാണെന്ന് എനിക്കറിയാം നല്ല പോലെ. അത് ആ കാശ് കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അത് ഞാൻ എടുത്തതെന്ന് അത് പറയേണ്ട സമയത്ത് എന്തായാലും ഞാൻ പറഞ്ഞോളാം, അത് വേറെ കാര്യം. പക്ഷെ മനസ്സിലായില്ലേ, അത് ആ വേ ഓഫ് ടോക്കിങ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പറയണെന്ന് പറഞ്ഞാ ഇതിപ്പം നിനക്ക് ഇതില് ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് നീ ചൂസ് ചെയ്യണമെങ്കിൽ നിനക്കൊരു 20 CR നിന്റെ കയ്യിരിക്കും. 20 CR എടാ, இங்க பாரு, 20 மூணாவது CR ஆப்ஷன் நான் செய்யணும்னா அல்ல சத்தியம் பண்ணணும். தேர்ட் ஆப்ஷன் நான் சொல்லணும்னா, நாளை வந்து நான் சிட்டில நோக்கும்போது எவட கோச் வந்து என்ன எங்க சொருகுவார்னு எனக்கு அறியாது. ஓகேவா? எனக்கு ஃபர்ஸ்ட் லைஃப் த்ரெட் உண்டு. எனக்கு நாளை ഈ சிட்டிக்குள்ள என்னால நடக்க கூட முடியாது. இப்போ நான் வேற ஊருக்கு போனேன்னா நான் சேஃபா நான் ஜாலியா ஜீவிக்கலாம். ஓகேவா? அப்போ நான் இவ்வளவு பெரிய ரிஸ்க் எடுக்கிறேன்னா 20 CRலாம் சாரி. ஓ, நீ இப்ப குத்த போறியாண்ணே? எனக்கு ஊருக்கு போண்டே இருக்கு. ஊருக்கு அது போகணும்னா இருக்கு. ஊருக்கு போனா நிம்மதியா இருக்கிற காசை வச்சுட்டு இருக்கிற தொழிலை தெரிஞ்சுக்கிட்டு அதை செய்து நான் பழச்சுப்பேன். இவட இருந்தா நான் என்ன செய்யணும்னா, நீ குத்துவியா இல்லைன்னா கோச்சு குத்துவாரா, அது போல நான் பயந்துட்டே ஊர்ல பேடியோட சுத்தணும். 20 CR 20 CR என்ன? 25 அல்ல அது ரொம்ப குறைவு. இது 50 என்னோட CR. லைஃப். 50. நோ மோர் பார்கெனிங். 50 CR. 30. അല്ല ഡയറക്ടർ 50 പോയി ഇല്ല. അവൻ പറഞ്ഞ 15 CR എന്നാ പറഞ്ഞ. ഞാൻ പറഞ്ഞ 30 CR എന്ന്. 30 CR ലാസ്റ്റ്. இங்க பாரு, நல்லா நினைச்சுக்கோ. இவட சிட்டில போய் நோக்குனா இந்த தேனி ஹனி ஜாப் செய்தாலே அவ்வளவு மணி கிட்டும். ஓகேவா? கரெக்டா ஒரு 4 ദിവസத்துல 30 CR மேடிக்கலாம். இது என் லைஃப் ட்ரெட்ன்னு நான் உன்கிட்ட பறையறேன். இது என் லைஃபுக்காக நீ வந்து 100 CR நாச்சும் கொடுத்தா கிட்டும், எனக்கு செட் ஆகும்.
എന്നാ പറഞ്ഞാടി രണ്ടെണ്ണം തന്നു നീ എല്ലാം പറയുമല്ല സത്യങ്ങളൊക്കെ. அல்ல அல்ல അടി. எனக்கு இப்போ வேண்டாம் நான் இப்போ குடிக்கிறது இல்லை இதை வேண்டாம். എടാ ഞാൻ 30 CR നീ വാസോന്റെ അടുത്ത് ഇത്രയും പറഞ്ഞാ മതി വാസോണ്ണ. അഡ്വാൻസ് 30 CR ഓക്കെ. അതായത് ഇതെല്ലാം കോച്ച് പറഞ്ഞിട്ടാണ് ചെയ്തത്, വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയുന്നു. വേറെ പ്രൂഫ് ഒന്നും നീ കൊടുക്കണ്ട തൽക്കാലം. അത്രയും വേണ്ട നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്താൽ. ഞാൻ പീറ്ററാണ്. ഇന്ന വിഷയം ഈ ഞാനിപ്പോ പറഞ്ഞ കാര്യം അത്രയും നീ വാസോന്റെ അടുത്ത് പറയണം. അന്വേഷണം നീ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. அப்ப என் GPS நோக்கி வராதா? എന്താ GPS വരാതെ നിന്റെ ഹൈഡ് ചെയ്യണ കാര്യം ഞാൻ ആയിട്ട്. ஓகே. சத்தியம் இல்ல. സത്യം பிரச்சனை ஆகாதுல்ல. സത്യം சின்ன 30 CR இல்லடா கொஞ்சம் கொஞ்சമായി money மட்டும் extra. നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ஓகே. കുറച്ച് ദിവസം കോച്ചിന്റെ തല്ലിരിക്കട്ടെ. അതെ അതെ. ഏ? എങ്കിലേ കോച്ചിന്റെ ഇപ്പോഴത്തെ ഉള്ള ഒരു എന്താ പറയാ அல்ல ആ இல்ல நான் കുരുട്ട് எல்லாமே കുത്തിയൊക്കെ ഒന്ന് பறஞ்சிட்டேன். മാറത്തുള്ളൂ. அதுக்கப்புறம் உங்க லீடர் எல்லாமே அக்செப்ட் செய்து அது எப்படி டேய். நான் அது பறஞ்சா எப்படி நம்பும்? ഞാൻ ഒരു കാര്യം പറയട്ടാ, ஆ, ജസ്റ്റ് പറഞ്ഞു നോക്കാം നമുക്ക്. മനസ്സിലായില്ലേ? ബാക്കി വർക്കാവൂല എന്നൊക്കെ രണ്ടാമത്തെ കാര്യം. ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. ஆ, അതായത് കോച്ച് ഇപ്പൊ വാസുവിന്റെ ഇത് ആദ്യമായിട്ടാണ് കോച്ച് ഒരു കാര്യം വാസുവിന്റെ അടുത്ത് ഇത്രയും സീരിയസ് ആയിട്ട് ഗ്യാങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നത്. അപ്പോ ഇത് പറയുമ്പോഴത്തേക്ക് എന്തായാലും ഇതിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എനിക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടായാൽ മതി ജസ്റ്റ് ഒന്ന്. ആ സമയം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയത് മനസ്സിലായില്ലേ? ம். എടാ എനിക്ക് ഉറക്കമില്ല 2-3 ദിവസം കൊണ്ട്. എനിക്കറിയാവോ ഇതിന്റെ പുറകെ നടന്ന് തല മരവിച്ച്. ஐயோ. ഇന്ന് വാസവണ്ണൻ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എവിടെയോ പോയേക്കുക. ഞാൻ അപ്പോഴേ തീരുമാനിച്ചു ഇന്ന് എന്തേലൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയണേ, നിനക്ക് കാശ് വേണമെങ്കിൽ നീ ഇത് 100 ചെയ്യണം. CR മതി. ഞാൻ മണി കൊടുക്കലனா எப்படி நான் ഇത് എടാ, ചെയ്യും? നീ പറഞ്ഞത് ഞാനേ വെച്ച് 10ന്റെ പൈസ എനിക്ക് തരണ്ടല്ല 5 കോടി 5 കോടി എടുത്തു കഴിഞ്ഞാൽ നിന്റെ സൗണ്ടിൽ ഡബ് ചെയ്യണം. അപ്പൊ എനിക്ക് വേറെ കിട്ടും. കിട്ടും. എന്നെ പോലെ സംസാരിക്കുന്ന ആള് കിട്ടും ഉനക്ക്. ആ കിട്ടും. ഓ 5 കോടിയില് കിട്ടും. ഇവനങ്ങ് കൊന്നാലടാ അവനെ സാർക്കെ. അതൊരു ശരി, 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 സംസാരം ഇവനെ ശരി, കൊന്നാലോ ശരി, ഇവനെ ശരി, ഇവനെ ശരി, ഇവനെ ശരി. കൊന്നാലോ ഒരു പ്രശ്നമില്ല. ഇവനെ കൊന്നാലോ അവനെ ഒരു പ്രശ്നവുമില്ല. പുതിയതാ. പ്രശ്നമില്ല എന്തിനു, നമുക്ക് വേറെ വഴി നോക്കാം. മതി 30 CR മതി. അണ്ണാക്കിലോട്ട് എടുത്ത് വെച്ചു വിടും. 30 കുറെ CR നേരം തുടങ്ങിയിട്ട്. മതി 30 CR മതി. ഓക്കെ അല്ലേ? ஓகே. ഇതിലൊരു മാറ്റം വരല്ലേ? எனக்கு ஃபுட்டு வாட்டர் அதுக்கப்புறம் இங்கே வந்து குடிக்க சரக்கு சிகரெட் அது மட்டும் செட் பண்ணி கொடுக்க முடியுமா உள்ள? ഒരു AC റൂം വിത്ത് TV, ഒരു 2-3 പെമ്പിള്ളേരെ കൂടി ഇങ്ങോട്ട് വരട്ടെ. അതെ പൊലയാടി മോനെ, എന്നെ ഇത്രയാക്കി എന്നെ നീ നിന്റെ വായ ചവിട്ടിക്കീറുന്നിന്റെ. சத்தியம் പറയണ 1 வீக் நான் அடி வாங்கி அவட வந்து ஃபுல்லா உடம்பு ஃபுல்லா காய. நீ நோக்க போறியா? 1 மினிட் நோக்கு. உடம்பு பாரு എവിടെ? ഒന്നുമില്ലല്ലോ. പ്ലാസ്റ്റിക് സർജറി ചെയ്തവേ. സർജറി ചെയ്താ? இப்ப செட் ஆகி இப்பதான் நான் ஹாஸ்பிடல் போயிட்டு ஃபேக் ஐடி கொடுத்து எல்லாம் செட் ஆக்கி வந்து മുടിയൊക്കെ வேணா கீழே கூட பாரு. கீழே கூட വേണ്ട ഇട്ടോ. என் பாதத்தை என்னோட இது பாரு. என்னோட ஹீல்ஸா அது என்னது சொல்லுவாங்க, கால் കാല് ஃபுட்டு பாரு. ஃபுட்டு ஃபுல்லா அடி. என்னை படுக்க போட்டு அடிச்சாங்க. ടോട്ടൽ അവിടെ എത്ര ഉണ്ടായിരുന്നു? വാസവണ്ണൻ, കോച്ച്, டோட்டல் ஒரு 5 people இருந்தாங்க. 5 to 4 people I think. ചൂട്, കോച്ച്, വാസണ്ണൻ, മന്ദാരം, സ്റ്റീവ്, പിന്നെ ഒരാള്. ആളെ എന്തായാലും നോക്കണം. ഓക്കെ ഒരു സെക്കൻഡ്. சரி ஓகே. அந்த ரைட்ல யாரோ விழுந்திருக்காரு, அவரை கூட்டு கிளியர் பண்ணிடுவீங்களா? അവനെ ஸ்மெல் ഇതുപോലെ എന്റെ അടുത്ത് വിളച്ചിലിറക്കിയവനെ കുത്തി പൊളത്തിയിട്ടേക്കണ അവിടെ. സ്മെൽ ഓവറാ இருக்குல்ல? സ്മെല്ല് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും. സഹിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ,
ആ പറ. നീ ഇങ്ങേരുന്ന് ഒസാമയുടെ അടുത്ത് പൊക്കോ. ഞാൻ നിന്നെ അവിടെ വന്ന് കണ്ടോളാം. ഓക്കെ, ഏ ഞാൻ അവിടെ വിട്ടാ മതിയില്ല? ഇല്ല, ഞാൻ ഞാൻ മുത്തു വിളിച്ച് സംസാരിക്കണേ. നീ ഒന്ന് വന്നേ. വാ വാ. വാ. എടാ വാ, അനെ കൊണ്ടോ. ஹலோ, டே 1 வந்து ஒரு ஆரன் ட்ரெஸ் போட்டுட்டு ஒரு ஹெட்செட் மாட்டிக்கிட்டு ஒருத்தன் வந்தான். அதாவது டே 1 உங்க லீடர் வந்து நோக்கும்போது ஒரு ஆரஞ்சு ட்ரெஸ் வித் செக்குடு ஆஃப் பேண்ட் ஹெட்செட் மாட்டிக்கிட்டு. ഹെയർ കളർ ஹேர் கலர்னு ஓர்மை இல்லை, ஆனால் ஆரஞ்சு ட்ரெஸ் போட்டுட்டு வந்தது. ചന്ദ്രു ഓറഞ്ച് ഡ്രസ്, ചെക്ക് കളർ ஹெட்ஃபோன் ഹെഡ്ഫോണ്, ചെക്ക് കളർ നിക്കർ. ஆ செக்குடு பிளாக் வித் ബാബുവാ? ബാബു സെറ്റാ? അറിയില്ല. അവൻ സംസാരം എവിടെ ഇരുന്നതിനാ? ബാബു അന്ന് സിറ്റി ഇല്ലായിരുന്നല്ല. ചോട്ടുവാണാ? അറിയില്ല. രണ്ടെണ്ണം ഒരേപോലെ നടക്കുമല്ലോ, എങ്ങനെ മനസ്സിലാവും ഇത്? അതെ അതെ. എന്തൊരു ബാബു സേട്ടും കൂടി ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറയ്ക്കേണ്ട ഒരെണ്ണം കൂടും. അതെ. ആളെ അവിടെ ആ, പോ. കിടക്കട്ടെ, അതിന്റെ കുറച്ച് ദിവസം എനിക്ക് കിട്ടും. ശരി, ആ ഇറങ്ങി വാ. വാ വാ വാ. என் பேர் ராமசாமி. வெளியே ராமசாமி தான் சொல்லி சுத்திட்டு ആ இருக்கேன். അങ്ങനെ പറഞ്ഞാ മതി. എന്തൊരു ഇത് ബാബു സേട്ടും ഉണ്ടെന്നുണ്ടെങ്കിലേ കുറച്ച് ഏ ബാബു സേട്ടും കൂടെ ഉണ്ടെങ്കിലേ ആ ഇത് കുറച്ചധികം പണിയെടുക്കണം. ആ എന്തൊരു അന്ന് നമ്മുടെ വണ്ടി ലോഡുമായിട്ട് വന്നില്ലേ? ആ അന്നേരം വണ്ടി ആരായിരുന്നു ഓട്ടിച്ച് അറിയോ? ഏതിലോട്? നമ്മുടെ ഗണ്ണ് കൊണ്ടുവന്ന ഓർമ്മയില്ല. ഓർമ്മയില്ല. മന്ദാരം അല്ലെങ്കിൽ സെക്കൻഡ്, ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കും അന്ന് ലോഡുമായിട്ട് വന്നിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ചന്ദ്രു അങ്ങനെയും കൂടെ ഒരു കളി കളിക്കാം. നോക്കാം എന്തായാലും. കോച്ചും മന്ദാരമാണ് ഇതിന്റെ പിന്നിൽ നിന്ന് വരുത്തി തീർക്കാൻ പറ്റി കഴിഞ്ഞാലുണ്ടല്ലോ, ബാക്കി തെളിവുകൾ നമുക്ക് ഒപ്പിക്കാൻ എളുപ്പമാണ്. അന്ന് കൺസൈൻമെന്റ് കഴിഞ്ഞ് തിരിച്ച് വണ്ടി കൊണ്ടുവന്ന ഒന്ന് മന്ദാരം എന്നുള്ള കാര്യം ഒരു ഡൗട്ടുണ്ട്. മനസ്സിലായി. அவங்ககிட்ட நான் பேசினேனே, முத்து கூட பேசினேன் நைட்டு, எஸ்டர்டே நைட்டு என் கூட സംസാരിച്ചேன். நான் ഇവിടെ எവിടെ இருக்குன்னு எனக்கு அறியல, நான் ஒரு சேஃபான பிளேஸில் இருக்கேன், எனக்கு ஃபுட் அண்ட் வாட்டர் மட்டும் இங்கே கொடுக்குறாங்கன்னு பாருங்க. அதுக்கப்புறம் நான் விழிக்கிறேன்னு வச்சுட்டேன். വണ്ടി നിറങ്ങല്ലേ? இது என் ஹேர் விக்கு, எனக்கு இவ்வளோ ஹேர் வளராது. വിഗാണോ ഇത്? ஆ മണി ക്യാഷാ ചെക്കാ? പറയാം. കേറ്. അത് അപ്പുറം നിന്റെ ഉയിരിക്കുന്നത് ആരുടെ ഭാഗ്യമാണ്? അന്ന് ചിന്തിച്ചാ മതി ആദ്യം.
എടാ നീ ഇത്രയും ഞാൻ ബാക്കി എന്തൊക്കെ പറയണമെന്ന് വാസന പറഞ്ഞെന്ന് നമുക്കൊന്നുകൂടി കാണണം. നമ്മൾ ഇനി അന്നായിരിക്കും ഇനി നമ്മൾ കാണണേ. நீ என்று என்ன പറയണമെന്ന് சொல்லு நான் சொல்றேன். ആ അത് ഞാൻ ബാക്കിയെല്ലാം ഞാൻ ഏറ്റ്. ഞാൻ സെറ്റാക്കാം. ഫുഡ് മേടിക്കണം. ഫുഡ് இருக்கா? ഫുഡാ? ആ ഇല്ല, മേടിക്കാം. ഇതിന്റെ കട എവിടെടാ? ചന്ദ്രു ഫുഡിന്റെ കട വെയിറ്റ് മാർക്ക്. അവിടെ போனா கேமரால என்ன നോക്കിர மாட்டாங்க ஏதாவது நம்ம மூணு பேர் சுத்துறதே யாரா നോക്കறாத പ്രശ്നം. നീ ഇപ്പോ വേറെ ലുക്കിലല്ലേ, നിന്നെ ഇപ്പോ ആര് കണ്ടാലും മനസ്സിലാവത്തില്ല. ചില്ലാവും. ഒരു കാര്യമുണ്ട് ചന്ദ്രു, ഇതിനോടകം തന്നെ ചന്ദ്രുവിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിട്ട് കോച്ച് വല്ലവരും ഇതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഞാൻ 100 തവണ ഒബ്സർവ് ചെയ്തിട്ട് തന്നെയാണ്. എനിക്ക് ആരെ കണ്ടുകൂടാ ഇവിടെ? നിങ്ങൾക്ക് ആരെ കാണാമോ? എനിക്ക് ഇതും കാണാൻ കണ്ടുകൂടാ. എന്താ ഇത് ഇങ്ങനെ? ഒരു ടൈം വേറെ ഏതാ സ്ഥലത്തേക്ക് പോയിട്ട് വാ. ഇവിടെ സെറ്റ് ആവും. നീ ഇവിടെ വിട്, ഞാൻ പോയിக்கிறேன். അവിടെ നീ പോ. നീ ഇവിടെ ഇറങ്ങിക്കോ. മുത്തു താഴെ അണ്ടർഗ്രൗണ്ടിൽ കാണും. ഓക്കെ ഓക്കെ. അവൻ്റെ കൂടെ പോയി ജാളിയായിട്ട് സംസാരിച്ച് 2 അടിച്ചിട്ടൊക്കെ സന്തോഷമായിട്ടിരി കേട്ടാ. ബാക്കി ഞാൻ സെറ്റ് ആയിക്കോളാം കേട്ടാ. ദേവേദാമരെ വായിലൊന്നും പോയി വീഴല്ലേ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യ്. ഞാൻ പോണേ. മണ്ടല്ലേ, നാളെ പോയി അടിച്ചങ്ങ് മുടിയൊക്കെ വെച്ചിട്ട് നേരെ വെളിയിൽ ഇറങ്ങിയിട്ട് പാസ്പോർട്ട് വണ്ടിയിൽ തന്നെ കാണിക്കും. ഉറപ്പ്.